ഞങ്ങൾ മോശമായ കേവിലെത്തി ഗൈസ്. ഇവിടെ ഭയങ്കര മഴ പെയ്തു അപ്പോഴേക്കും. ഭയങ്കര മഴയാണ്, തിരക്കില്ല. പക്ഷെ മോശമായ കേവ്. ഞങ്ങൾ മഴയത്ത് കൊടയും ചൂടി പോവാണ് ഗൈസ്. കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് വാങ്ങാനൊക്കെ ഒരു ഇത് തോന്നും. പക്ഷെ ചേട്ടനെ കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വാങ്ങി തന്നില്ല. തിരിച്ചു വരുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു നമ്മൾ വേറെ വഴിയിലായിരുന്നു. എൻട്രൻസ് ഫീസ് 30 രൂപ, മറ്റേടത്ത് 50 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ കയറിയിട്ട് കുറേ അധികം സ്റ്റെപ്സ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ കുറച്ച് സ്റ്റെപ്സ് കയറണമായിരുന്നു. ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കിലൂടെ പോണ മാതിരത്തെ ഒരു ഫീലായിരുന്നു. ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കയറി വരുന്ന സമയത്ത് മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് നമ്മൾ നല്ല നനവൊക്കെ കൊണ്ട് ചില്ലായിട്ട് കാടിൻ്റെ നടുക്ക് കൂടെ സ്റ്റെപ്പെല്ലാം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ അതേ നേരെ ഒരു വ്യൂ ആണ്. ആ വ്യൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എൻട്രൻസ് കാണാൻ പറ്റും. ഒരു അടിപൊളി ഒരു കവാടം, കല്ലുകൊണ്ട് പണിത് വെച്ചൊരു കവാടം നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ എൻട്രൻസ് വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിട്ടൊരു എൻട്രൻസ് കാണാം. അവിടെ നല്ല ട്രോപ്പിക്കൽ റീജിയനാണ്. കണ്ടോ, നമ്മളെ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ചെടികളിൽ അതുമാതിരിയുള്ള കുറേ ചെടികളാണ് കേട്ടോ. എക്സാക്ട്ലി പറഞ്ഞൊരു ട്രോപ്പിക്കൽ റീജിയൻ അതുമാതിരി തന്നെയുണ്ട്. പിന്നെ മേഘാലയം എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങനെയാണല്ലോ. ഫുള്ള് സ്റ്റെപ്പ്, ഇവിടെ വരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടായിരിക്കും. ഇതൊക്കെ നാച്ചുറലാണോ, ഏതെങ്കിലും ഗുഹാമനുഷ്യർ ജീവിച്ചിരുന്നതായിരിക്കും കേട്ടോ. ഒരു പക്ഷേ ഗോത്രവർഗ്ഗക്കാർ ജീവിച്ചിരുന്നതാണ്. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ മറ്റേതിനെ അപേക്ഷിച്ച് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. മുന്നേ പോയത് അത്രയ്ക്കും നല്ല നിരപ്പായ സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ ഇത്തിരി എന്താ പറയുക, കുണ്ടും കുഴിയൊക്കെ ഉള്ള മഴ. കുഴിയിൽ കാലും എൻ്റെ കാലിപ്പിന് മഴ അല്ല മടങ്ങിയിട്ട് പെട്ടെന്ന് മടങ്ങണം. വഴുക്കലുണ്ട്. ഇപ്പോൾ മഴയും കൂടി പെയ്തപ്പോൾ വഴുക്കലുണ്ട്. ചിരി പിടിച്ചു കയറിക്കും വരുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാതൊക്കെ കുണ്ടും കുഴിയുള്ള ഫ്രണ്ടിൽ ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ആ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റി. ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. നല്ല ഹൈറ്റായിട്ട് പാറകൾ ഇങ്ങനെ നിൽക്കുകയാണത്. ഇത്ര ഹൈറ്റിൽ പാറകൾ നിൽക്കണം. അത് കവച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ നമ്മളത് അടിപൊളിയായിട്ട് കയറി ഇറങ്ങി. അങ്ങോട്ട് പോകുന്തോറും ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടാണ്. ചില സ്ഥലത്ത് മാത്രം അവർ ലൈറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി സ്ഥലങ്ങളിൽ ലൈറ്റ് വെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ കാണണം, ഈ ഒരു ചെറിയ ഓട്ടയിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോയിട്ടാണ് ഇറങ്ങി കയറി പോകണം. ആ ഇറങ്ങണ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു ഫീല്, തണുപ്പും എല്ലാം കൂടെ ഉള്ളൊരു ഫീല് നമുക്ക് കിട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു കല്ലുകൾ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്. ഇപ്പം ഇത്രയും നാളായിട്ട് വെള്ളം വീണിട്ട് അതുമ്പോൾ പായല പൂപ്പോല ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ അതിന് നാച്ചുറലായിട്ടുള്ള കല്ല് അങ്ങനെ തന്നെ ഇരിക്കണ ഫീലാണ്. അതുമ്പോൾ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കല്ലാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ട് ചെറിയ ചെറിയ വിടവിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കും. കാരണം ഉറവുണ്ടാവും തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതൊക്കെ പായലും പൂപ്പലും പിടിച്ചതാണ്. പക്ഷെ അത് പായലും പൂപ്പലൊന്നും പിടിച്ചില്ല. അതിൻ്റെ എക്സാക്റ്റ് അതുമാതിരി തന്നെയാണ് ആ കല്ലിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതെ, ഈ താഴെ കാണുന്നത് മുഴുവൻ ഈ റോക്സ് തന്നെയാണ്. ആ റോക്ക് കൂടെയാണ് നമ്മൾ നടന്നു പോണത്. അപ്പം ഞാനതിന് ഇങ്ങനെ കുറേ നേരം ചേട്ടനൊക്കെ തൊട്ട് തന്നെ സുഖിക്കായിരുന്നു. ഇങ്ങനെ നല്ല സോഫ്റ്റായിരുന്നു, വിചാരിക്കണ പോലെയല്ല, ഭയങ്കര സോഫ്റ്റായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതിമയൊക്കെ തൊട്ട് നോക്കി കുറേ കാര്യങ്ങൾ. അതുമ്പോൾ നമുക്ക് ഫോസിലും കൂടി കാണാൻ പറ്റും കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞില്ല, കുറേ വർഷം പഴക്കമുള്ള ഒരു കേവാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ കേവിൽ നിറയെ ഫോസിൽസ് ആയിരിക്കും എല്ലാവിടെയും.
അതും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, നമ്മളിങ്ങനെ കുറേ പോകുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ വിചാരിക്കും വെള്ളം വീണിട്ട് എന്താ പറയുക പൂപ്പൊലി പായൽ വരണ പോലെ ഉണ്ടാകുന്നു, അതല്ല. പക്ഷെ അതായിട്ട് എക്സാക്റ്റ് ഇത് എന്താ പറയുക ഇങ്ങനെയാണ് ആ കല്ലുകളിരിക്കണത്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് അവിടെ പോയിട്ട്. മഴ പെയ്ത് ഫുള്ള് ശോകം. എന്താണ് നിന്റെ എക്സ്പീരിയൻസ് പറ? മക്കളെ ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം, എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം. കാരണം ഓരോരോ സ്റ്റോണും ഓരോരോ കഥകൾ പറയണ്ട, അതുമാതിരിയാണ് ഓരോ സ്റ്റോണും. പിന്നെ ഇവിടെ വെച്ചാൽ നമ്മൾ ചോരനെ വീട്ടിൽ നിൽക്കണ പോലത്തെ ഒരു അവസ്ഥ, ഫുൾ ടൈം വെള്ളം ചോർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗുഹയുടെ അറ്റം അന്വേഷിച്ചുകൊണ്ടേ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചിലതൊക്കെ അഡ്വഞ്ചറായിട്ട് നമുക്ക് തോന്നി. ഇങ്ങനെ കയറേണ്ട ഭാഗങ്ങളൊക്കെ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കങ്ങനെ പേടിയൊന്നും ആവില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഈ ഒരു മോശമായ കേവ്. അതുമാതിരി തന്നെ ഈ ഒരു എല്ലായിടത്തും ലൈറ്റ് ഇല്ല കേട്ടോ, ആ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് എല്ലായിടും ഒന്നും നന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ടോർച്ചൊക്കെ അടിച്ചാണ് ചില സ്ഥലത്ത് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് അത്രയും വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കല്ലുകളുമ്പോൾ തൊട്ട് ഒഴിഞ്ഞ് നോക്കലായിരുന്നു മെയിൻ പരിപാടി. നല്ല സുഖമായിരുന്നു അതും ഇങ്ങനെ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സ്ഥലത്ത് വരെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അതും ചില ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള വരുന്ന ആളുകൾക്ക് ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഈസി ആയിരിക്കും. ഇവിടെ അടിപൊളി ഒരു വ്യൂ ഉണ്ട്. അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് നമുക്ക് ഫേസ് നമുക്ക് കഴിക്കാം. ലഞ്ചിനുള്ളത് മീൻ വറുത്തത്, കൊത്തമര, ചമ്മന്തി, പരിപ്പ്, ലോട്ട്സ് ഓഫ് ഐറ്റംസ് ആയി. എല്ലാവരും വയറ് നിറയെ കഴിക്കുക. ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്നിട്ടാ. നേരത്തിന് കഴിച്ചില്ല അവന് വയറ് ഗ്യാസ്. പിന്നെ വറുത്ത മീനുണ്ട്, പരിപ്പുണ്ട്. ഈ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളിട്ട നമ്മൾ ബംഗ്ലാദേശിന്റെ ബോർഡറിലെത്തി. Seven sisters waterfall, 3 sisters only. This time no water, no rain. No rain. Less rain only. August, September. August, അതെ. ഒറ്റയ്ക്കൊരു പറയാലേ. എല്ലാവരും ഇവിടെ ഫുഡ് കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നമ്മള് ബംഗ്ലാദേശിന്റെ ബോർഡറിൽ എത്തിക്കാണ് കഴിച്ചത്. ഈ കാണുന്നത്, ഈ ബാക്കിൽ കാണുന്ന ഏരിയാസ് ഒക്കെ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളാണ് കഴിച്ചത്. അപ്പം എന്താ, ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ എപ്പോഴും ഭയങ്കര വെള്ളമായിരിക്കും. പക്ഷെ ഇപ്പം ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ വെള്ളം ഭയങ്കര കുറവാണ്. നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ഇപ്പം ചെറിയ രീതിയിലാണ് വെള്ളമൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നല്ല കാറ്റാണ്, നല്ലൊരു കാം കൂൾ ബ്രീസാണ്, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഞാൻ ഫുള്ള് കാണിച്ചു തരാം വ്യൂ. അപ്പം അങ്ങനെ നമ്മളിത് ഈ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. വ്യൂ പോയിൻ്റ് കാണാൻ വന്നേക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് അതെ, ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഏട്ടനാണ് വിളിക്കാൻ വന്നിട്ടുണ്ട്. നോക്കാം. നല്ല മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലം. ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നോക്കാം നമുക്ക്. അപ്പം ഇതിന് തൊട്ട് അപ്പുറത്തായിട്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന വ്യൂ പോയിന്റ് ഇപ്പുറത്തായിട്ട് നല്ലൊരു വെള്ളച്ചാട്ടം, നല്ല സൗണ്ട് കേൾക്കാണ്ട്. അപ്പം അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കി നോക്കാം എങ്ങനെയുണ്ടായിരുന്നു.
ഈ വ്യൂ അടിപൊളിയാട്ടോ. ഒരു ഊഞ്ഞാലിന്ന് ജസ്റ്റ് നാടിയാക്കാം. ഒരു ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാൽ നമുക്ക് നടാം. ദിസ് ഇസ് നൈസ്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ഇറക്കാൻ വരുന്നത്. എന്നിട്ടാണ് വാട്ടർഫോൾ കാണാം നമുക്ക്. നല്ല സൗണ്ട് ഉണ്ട്, ഹെവി സൗണ്ട്. വാട്ടർഫോൾ ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണിത്. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്, ഫുള്ള് കാടും പ്രദേശം. സബ്സ്ക്രൈബ് ചെയ്യും. ഫുള്ള് ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ഇവിടെ റിലാക്സ് ചെയ്തിരിക്കട്ടെ. അപ്പം നമുക്ക് പോയിട്ട് വരാം. ബൈ. ഓ സൂപ്പർ. അയ്യോ അതെ പതുക്കെ. ഫുള്ള് വഴിക്ക് കിടക്ക, കേറാൻ പാടായിരിക്കും. വേണ്ട ഏട്ടനും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക. ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. വേറെ സ്ഥലത്ത് നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ ഞങ്ങൾ പോയി കുളിക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ എന്തായാലും കുളിക്കാൻ പറ്റില്ല. ഇതാണ് ചിറാപ്പുഞ്ചിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോൾസ്. ഇത് ഇങ്ങനെ നല്ലോണം വെള്ളം ഉണ്ടാവുമെന്ന് പറയണം, പക്ഷെ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ആ ചേട്ടൻ പറയാം ലെസ് വാട്ടർ ഓൺലി, ലെസ് വാട്ടർ ഓൺലി. സൂപ്പർ എഫക്റ്റാ ഗൈസ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, കണ്ണീര് മരിത്ത വെള്ളം കേട്ടോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. ഞാൻ കാണിച്ചു തരാം. അമ്മ കണ്ട് സൂപ്പർ. നീന്തി ഇങ്ങനെ കുളിക്കാൻ നമ്മൾ ഇത്രയും നേരം തണുപ്പത്തായിരുന്നു ഞങ്ങൾ. അപ്പോൾ തണുക്കണമെന്നില്ല, അടിപൊളിയായിട്ട് നീന്തി കുളിച്ച് നമുക്ക് വരാം. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് മേഘാലയ ട്രിപ്പ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. അടിപൊളി വൈബായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ ഇപ്പം ഇങ്ങനെ ഒരു സൂര്യാസ്തമയമൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 അല്ല, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.